നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മറന്നു തുടങ്ങിയ ലോക്സഭാ ഇലക്ഷന്റെ ഫലം വീണ്ടും ഓർത്തു തുടങ്ങുകയാണ് കേരളം. എന്തു വാദം ഉന്നയിച്ചാലും മോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ആ യാഥാർത്ഥ്യത്തോട് മുഖം തിരിച്ചിട്ട് കാര്യമില്ല. BJP അവകാശപ്പെടുന്നത് പോലെ 400 സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും ഒരു 300-ന് മുകളിൽ 325-ന് താഴെ സീറ്റുകൾ BJPക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂട്ടുകക്ഷികൾക്ക് ഏകദേശം 40-42 സീറ്റ് പ്രതീക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഒന്നുകൂടിയാണ്. ചില പാർട്ടികൾ നിഷ്പ്രഭമാകും, മറ്റു ചിലർക്ക് ദേശീയ പദവി നഷ്ടമാകും, ചിഹ്നങ്ങളും. കോൺഗ്രസിന്റെ നില എന്തായാലും മെച്ചപ്പെടും. ഒരു 70 ലോക്സഭാ സീറ്റ് വരെ ലഭിച്ചേക്കാം. ജമ്മു കാശ്മീരിൽ 370-ാം വകുപ്പ് കൊണ്ടുവരുന്നതും പൗരത്വ നിയമം എടുത്തു കളയുന്നതുമൊക്കെ വോട്ട് ലഭിക്കുവാനുള്ള വെറും തള്ളുകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇലക്ഷൻ ഫലം വരുന്നതോടുകൂടി ആം ആദ്മി പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാവുക തന്നെ ചെയ്യും. ഡൽഹിയിലെയും പഞ്ചാബിലെയും വരെ ഭരണം ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. ഇന്ത്യ മുന്നണി എന്നത് 28 പാർട്ടികളുടെ സഖ്യമാണ്. പരസ്പരം പോരടിക്കുന്ന പോരാളികൾ. നയങ്ങളും ആശയങ്ങളും എല്ലാം വ്യത്യസ്തത ഉള്ള ഇവർക്ക് അധികാരം ലഭിച്ചാൽ തീർച്ചയായും നമ്മുടെ രാജ്യം ദുർബലമാകും. കേരളത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതുപോലെ 19 സീറ്റുകൾ എന്തായാലും കിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു 4 സീറ്റ് വരെ ലഭ്യമായേക്കാം. അപ്പോഴും പാർട്ടി ചിഹ്നം തുലാസിൽ തന്നെ. മലയാള ദേശത്ത് താമര വിരിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും BJPയുടെ വോട്ടിംഗ് ശതമാനം 20%-ന് മുകളിൽ നേടുവാനുള്ള സാധ്യതയുണ്ട്. തൃശൂർ പൂരത്തിൽ സംഭവിച്ച ജനദ്രോഹ പോലീസ് നടപടി സുനിൽകുമാറിന്റെ ജയസാധ്യത തന്നെ ഇല്ലാതാക്കി എന്നുള്ളത് സത്യമാണ്. ലോക്സഭാ ഇലക്ഷനിൽ BJP ജയിച്ചാലും തോറ്റാലും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യും. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിന്റെ മരണം LDFനെ പ്രതികൂലമായി ബാധിച്ചു. കേരള രാഷ്ട്രീയ അടിമത്തമാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും വിഘാതമായി നിൽക്കുന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും. അപ്പോൾ കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കാതെ വരും. നമ്മുടെ വികസനങ്ങൾ മുരടിക്കും. BJP അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയും മാറണം. ഇപ്രാവശ്യം 2 സീറ്റെങ്കിലും BJPക്ക് കേരളത്തിൽ ലഭ്യമായാൽ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഇനി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പിന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തി പല പ്രാവശ്യം മത്സരിക്കുന്ന രീതി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസവും നോക്കണം, കഴിവുള്ളവർക്ക് വേണ്ടി വഴിമാറുക. അഴിമതി നടത്തി അത് തെളിഞ്ഞവർക്ക് രണ്ടാമത് അവസരം നൽകുകയും ചെയ്യരുത്. ഒപ്പം ആരോഗ്യമുള്ളവരെ മാത്രം പരിഗണിക്കുക. MLA-മാരെ ഒരു കാരണവശാലും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത്. അങ്ങനെയുള്ളവരെ നമ്മൾ തോൽപ്പിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ വീണ്ടും വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ കോടികളുടെ നികുതിപ്പണമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെ ആയാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പല പാഠങ്ങളും ജനങ്ങൾ പഠിപ്പിക്കും എന്നതിൽ സംശയമില്ല. കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.